ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായിട്ട് ഇൻഷോട്ട് എന്ന ആപ്പിൽ എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണ്. നമ്മൾ വീഡിയോയിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലും സെലക്ട് ചെയ്യുക. നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ എത്രയും വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ടിക്ക് ബട്ടണ് ക്ലിക്ക് ചെയ്യാം. ഇനി ഈ വീഡിയോ ഒക്കെ നമുക്ക് ചേഞ്ച് വരുത്താമെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് ഇല്ലാതാക്കാം. നമുക്ക് ഇനി ഇവിടെ ഉള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസാണ് ഇതിവിടെ വേണ്ടത് എന്നുള്ളത് അനുസരിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റിൽ വേണമെങ്കിൽ ഹലോ എന്ന് ടൈപ്പ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് ആയിട്ട് വെറുതെ ഒന്ന് ഹലോ ടൈപ്പ് ചെയ്യാണ്. നമുക്ക് ഏതാണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പിനനുസരിച്ച് മാറ്റാം, തിരുത്താവുന്നതാണ്. ഇനി ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാ കളറ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ കളറാണല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സൈസ് കൂട്ടലോ കുറക്കലോ വിഡ്ത്ത് കൂട്ടൽ കുറക്കലൊക്കെ ചെയ്യാം. എന്നിട്ട് ടിക്ക് ഇടുക. ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയർ, നമ്മളെ വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ളൊരു സ്റ്റിക്കർ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി വീഡിയോക്ക് വേണമെങ്കിൽ ട്രാൻസിഷൻ ചെയ്യാം. ഏത് മോഡൽ ട്രാൻസിഷനാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഓരോ മോഡൽ ഫ്രീ ആയിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ട്, അതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് എഫക്റ്റിൽ ഏത് എഫക്റ്റാണ് വേണ്ടത് അനുസരിച്ചിട്ട് വീഡിയോക്ക് കൊടുക്കാം. എഫക്റ്റൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വീഡിയോയിലൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ലൈന് വരും. അതനുസരിച്ചിട്ടാണ് എഫക്റ്റൊക്കെ ചേഞ്ച് വരുത്തൽ. ഓരോ വീഡിയോസും എത്ര സ്പീഡിൽ വേണം നമുക്ക് പോവേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ ഇവിടെ കഴിയുന്നതാണ്. നമുക്കിപ്പോൾ ഒരു നോർമലായിട്ടുള്ളത് 1 ആണ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ആനിമേഷൻ ഉണ്ട്. ആനിമേഷന് ഒരുപാട് മോഡലുണ്ട്. ഇന്നുണ്ട്, ഔട്ടുണ്ട്, കോംബോ ഉണ്ട്, ലോക്ക് ഉണ്ട്. അതിൽ നമുക്ക് ഏതാണ് ആനിമേഷന് വീഡിയോക്ക് വേണ്ടതനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഓരോ ആനിമേഷനും ഓരോ മോഡലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൗണ്ട്സിൻ്റെ എഫക്റ്റിൽ തന്നെ ബേസിക്, അതായത് വീഡിയോ ഏതൊക്കെ വേണമെന്നുള്ളത്, ബ്ലറാണോ അതോ നമ്മൾ പലതരം വീഡിയോ കണ്ടല്ലോ, മഴ പെയ്യുന്ന മാതിരി, ഇടിമിന്നൽ വരുന്ന മാതിരി, അങ്ങനെ പലതരം വീഡിയോസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാൻ പറ്റും ഇൻഷോട്ട് എന്ന ആപ്പിൽ. ഇനി ഓരോ വീഡിയോക്ക് ഓരോ ഡിഫറെൻറ്റ് സൗണ്ട് കൊടുക്കുമല്ലോ, നമ്മൾ ബേർഡിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ സൗണ്ട്, അതിന് വേണ്ടി സൗണ്ട്സിൽ എഫക്റ്റിലാണ് പോവേണ്ടത്. അതിലുണ്ടാവും ഏത് സൗണ്ട് ഉണ്ടോ, വെഹിക്കിളിൻ്റെ സൗണ്ട് വേണമെങ്കിലുണ്ട്, അതായത് ഹൊറർ സൗണ്ട് ഉണ്ട്, ബേർഡ് സൗണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത്. ബേർഡ് സൗണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ബേർഡ് സൗണ്ട് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബേർഡ് സൗണ്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇവിടെ യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത്, ഏതൊക്കെ സൗണ്ട് എത്രത്തോളം വേണമെന്നുള്ള ലെങ്ത്ത് വേണമെങ്കിൽ പ്ലേ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് എക്സ്പോർട്ട് ചെയ്താൽ വീഡിയോ റെഡി.